പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ ദൈവം അനുഗ്രഹിച്ചതിന് ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ വെളിപ്പെടുത്തലുകൾ എന്ന ഒരു ശീർഷകം കുറേ എപ്പിസോഡുകൾ നമ്മൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ 3 ഭാഗം നിങ്ങൾ കേട്ടു. അതിനിടയ്ക്ക് ഞാനൊരു ചെറിയൊരു വീഡിയോ പോലെ ഒരു ഷൂട്ട് ചെയ്ത് ഞാൻ ഇട്ടിരുന്നു. അതായത് നിഗൂഢം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഒരു മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത്, അതായത് കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എങ്ങനെയാണ് രൂപാന്തരപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് ഇട്ടിരുന്നു. അത് ധാരാളം ആളുകൾ കേട്ടിട്ടുണ്ട്, അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതൊന്നും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ക്ലാസ്സുകളാണ്, പക്ഷേ ആരും ഇത് പഠിപ്പിക്കുന്നില്ല, ആർക്കും ഇത് അറിയത്തില്ല. അതിനാൽ ഞാനിങ്ങനെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് തരാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അനുവദിച്ചിരിക്കുകയാണ്. അത് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ രൂപാന്തരം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലല്ല നമുക്കങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അത് യുഗാന്ത്യത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ആ യുഗാന്ത്യത്തിലെ കാലഘട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയാനകമായിട്ടുള്ളതാണ്. ശരീരത്തിന് ഭക്ഷണമില്ലാതെ ഉണ്ടാകുന്ന വിശപ്പിൻ്റെ ആധിക്യം ഉള്ളതാണ്. അങ്ങനെ 100 പ്രശ്നങ്ങളുടെ മധ്യേ നിൽക്കുന്ന ഒരു ശരീരത്തിൻ്റെ രൂപാന്തരീകരണമാണ് അവിടെ സംഭവിക്കുക. അല്ല, സാധാരണ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന പോലെ ഒരു സ്വസ്ഥതയും സമാധാനമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പൊങ്ങിപ്പോകാൻ പറ്റിയില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു പശ്ചാത്തലം, ആ ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു വചനം, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആ യുഗങ്ങളുടെ അന്തിമഘട്ടത്തിലാണ് ഈ രൂപാന്തരീകരണ പ്രക്രിയ നടക്കുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് വെളിപാടിൻ്റെ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തി വരികയാണ്. 1-ാമത്തെ അധ്യായത്തിൻ്റെ ഏകദേശം വെളിപ്പെടുത്തൽ. അത് ഒത്തിരി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് മനുഷ്യപുത്രൻ്റെ ദർശനം എന്നുള്ള ക്ലാസ്സൊക്കെ എടുക്കാൻ നിന്ന് വളരെയേറെ സമയങ്ങൾ പോകും. കാരണം അതെല്ലാം വലിയ നിഗൂഢരഹസ്യങ്ങളുടെ ക്ലാസ്സുകളാണ്. അത് എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 പീഠങ്ങൾ ഞാൻ കണ്ടു. വെളിപാട് 1-ാം അധ്യായം 12-ാം വചനം. അതൊക്കെ ധാരാളം വലിയ ക്ലാസ്സുകളാണ്, അത് എടുക്കുന്നില്ല ഞാൻ. അതിനടുത്തേക്ക് മെയിൻ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മൾ വെളിപാടിൻ്റെ വെളിപ്പെടുത്തൽ എന്ന ആ എപ്പിസോഡിലെ 4-ാമത്തെ ഭാഗമാണ്, 4-ാം ഭാഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സഭകൾക്കുള്ള കത്തുകൾ. എഫെസോസിലെ സഭ വെളിപാടിൻ്റെ 1-ാം അധ്യായം കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട്, അതായത് ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് യോഹന്നാനോട് സംസാരിച്ചത് കേൾക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കി ശരീരം കൊണ്ട് കണ്ടു ബോധ്യപ്പെട്ട കാര്യങ്ങളുടെ 1-ാം അധ്യായത്തിൽ നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, അങ്ങനെയുള്ള ഒരു യേശു ഈ കാലഘട്ടത്തിൽ, അന്നത്തെ കാലഘട്ടത്തിലുള്ള സഭയെക്കുറിച്ച് പറഞ്ഞത് കൂടാതെ അതിൽ തന്നെ തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും ഇതേ അവസ്ഥ തന്നെ സഭയിൽ ഉണ്ടാകുമെന്നും അതനുസരിച്ചാണ് സഭയുടെ പോക്കെന്നും ഈ 2024 അല്ലെങ്കിൽ 2033 യുഗാന്തിമോ ഉള്ള കാലഘട്ടങ്ങളിലും സഭയ്ക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഈശോ നേരിട്ട് സംസാരിച്ചത് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നത്, ഈ സഭകൾ 7 സഭകളെ ആ കാലഘട്ടത്തിലുള്ളൂ. ഇന്നും 7 സഭയേ ഉള്ളൂ. എന്നാൽ 7000 സഭയെങ്കിലും ഇന്ന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പന്തക്കോസ്ത് വിഭാഗങ്ങൾ, RC തന്നെ എത്ര വിഭാഗങ്ങൾ, മലങ്കര ഓർത്തഡോക്സ് പറഞ്ഞ് ഇങ്ങനെ സഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞത് പോയതും പുതിയ സഭയിൽ തന്നെ 100 സഭകളും എല്ലാം ഉള്ളത് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അതിനേക്കാളേറെ പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇത് പ്രത്യേകിച്ച് നമ്മൾ എഫെസോസിലെ സഭയ്ക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് കത്തോലിക്ക സഭയിലെ ഓരോ വിഭാഗങ്ങൾ, ഓരോ റീത്തുകൾ, 24 റീത്താണോ 26 റീത്താണോ എന്നറിയത്തില്ല. ആ റീത്തെന്ന് പറഞ്ഞാൽ ആരാധനക്രമം എന്നാണ് അർത്ഥം. 24 റീത്താണെന്ന് എനിക്ക് തോന്നുന്നു. 24 റീത്തുകളിലായിട്ട് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കത്തോലിക്ക സഭയിലെ 7 സഭയുടെ പ്രധാനപ്പെട്ട സഭ. ഈ 7 സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7 സപ്ത ആത്മാക്കൾ. 7 ആത്മാക്കൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കർത്താവിൻ്റെ 7 കണ്ണുകളായിട്ട് ഓടി നടക്കുന്ന ആത്മാക്കൾ ഉണ്ടെന്നും ആ ആത്മാക്കളാണ് ഓരോ സഭയിലെ കാര്യങ്ങൾ ഭൂമിയിൽ നിന്ന് ശേഖരിച്ച് സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്നതെന്നൊക്കെ
സക്കറിയ പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ഈശോ പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവാണ് എല്ലാ സഭയിലെ കാര്യങ്ങളും ദൈവത്തിനു മുമ്പിൽ പോയി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ സഭയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ ഇപ്പം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇന്നിപ്പോൾ RC സഭ, റോമൻ കാത്തലിക് സഭ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു, ആഗോള സഭയിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഒരു ദൂതനെ പോലെ രഹസ്യമായിട്ട് നിന്ന് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് സ്വർഗത്തിന് മുമ്പിൽ കൊണ്ടുപോയി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവും. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ യോഹന്നാനോട് ഈശോ പ്രത്യക്ഷപ്പെട്ട് എഴുതിയ സന്ദേശം ഇന്ന് 2024 എന്ന കാലഘട്ടത്തിലിരുന്ന് വായിക്കുമ്പോൾ ഇന്നത്തെ സഭയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇത്രമാത്രം വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അതിൽ എഫേസ്യോസിലെ സഭയ്ക്ക് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആഗോള തിരുസഭയിലെ കത്തോലിക്ക സഭയിലെ റോമൻ കാത്തലിക് RC വിഭാഗത്തെ നമ്മൾ ഇന്ന് എടുക്കുകയാണ്. കാരണം ഞാനൊരു RC വിഭാഗമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. റോമൻ കാത്തലിക് വിഭാഗം RC സഭ, റോമൻ കാത്തലിക് വിഭാഗത്തിലെ ഒരു മനുഷ്യനാണ്. അല്ലാതെ പന്തകോസ്തയിലോ മറ്റ് സഭാവിഭാഗങ്ങളിലോ ഒന്നും ഉള്ള ആളല്ല ഞാൻ. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ സഭയെക്കുറിച്ച്, RC സഭയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എഫേസ്യോസിലെ സഭയ്ക്ക് എന്ന് പറയുന്നത് RC സഭയെക്കുറിച്ചാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മൊത്തമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ തിരുവചനം, അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതെ ആയിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും ബലഹീനതയും പ്രിയപ്പെട്ടവനെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിക്കുന്ന ഒരു ദർശനം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്വരം ശ്രമിക്കുന്ന ഒരു അവസ്ഥ വർഷങ്ങൾക്ക് മുമ്പ് എളിദാസനുണ്ടായപ്പോൾ അത് കർത്താവ് എന്താണ് സംസാരിച്ചത്, എങ്ങനെയാണ് യേശുവിൻ്റെ വരവെന്നൊക്കെ ഡേറ്റുകളോടുകൂടി ഈശോ സംസാരിച്ച് എഴുതി വെച്ചപ്പോൾ ഇതൊക്കെ ഒരു സത്യമായിട്ട് ഞാൻ നമ്മുടെ സഭാവിഭാഗത്തെ അറിയിക്കുകയും ഇതിൻ്റെ ക്ലാസ് കൊടുത്തുകൊണ്ട് ജനത്തെ ഒരുക്കണമെന്നൊക്കെ പറയുകയും ചെയ്തപ്പോൾ അവരത് കേട്ട് മനസ്സിലാക്കി ശരിയാണെന്നൊക്കെ സംഭവിച്ചെങ്കിലും ഈ ക്ലാസ് കൊടുത്ത് ജനത്തെ ഒരുക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥ ദൗത്യം എന്താണ്? ഒരു അപ്പസ്തോല പ്രവർത്തനം ഏറ്റെടുക്കുവാൻ ഞാൻ തയ്യാറായപ്പോൾ, അതായത് കർത്താവിൻ്റെ വരവിൻ്റെ അപ്പസ്തോലിക സ്വഭാവത്തെ, കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണത്തെ, അതിൻ്റെ സാഹചര്യത്തെ ഡേറ്റ് അടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് സഭയെ ഒരുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്തു സംഭവിച്ചു? അതെന്നെ അനുവദിക്കുന്നില്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ കർത്താവ് പറയാണ്, അപ്പസ്തോലന്മാരെ നടിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് പരിശോധിച്ച് വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. ഞാനപ്പോൾ ഒരു അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ നമ്മുടെ കത്തോലിക്ക സഭയിലെ വൈദികർ, മെത്രാന്മാർ, വചനപ്രഘോഷകർ, ഇത്രയും ആളുകൾ, അതായത് RC സഭ എന്ന മൊത്തം സഭയിലെ ഈ നിലവിലുള്ള എത്ര മെത്രാന്മാരുണ്ടോ, എത്ര വൈദികരുണ്ടോ, എത്ര കർദിനാൾമാരുണ്ടോ അവരൊക്കെ അപ്പസ്തോലന്മാരാണെന്ന് നടിക്കുന്നു. യഥാർത്ഥ അപ്പസ്തോല പ്രവൃത്തി എന്താണ്? ശരിക്കും ഇവരുടെ ദൗത്യം എന്താണ്? ശരിക്കും കത്തോലിക്ക സഭയുടെ, അത് RC വിഭാഗത്തിൻ്റെ, മറ്റുള്ള സഭയുടെ എല്ലാ ദൗത്യവും ഒറ്റ ദൗത്യം തന്നെ, എങ്കിലും RC വിഭാഗത്തിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരെ പോലെ, ആദിമസഭയിലെ അപ്പസ്തോലന്മാരെ പോലെ ഈ കുർബാന ചെല്ലുന്ന പദ്ധതിയേക്കാളേറെ കുർബാന ചെലുത്ത ആ ഒരു തൊഴിൽ പോലെ അവരങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതല്ല എൻ്റെ യഥാർത്ഥ ശരിയായ സത്യം. അപ്പസ്തോലന്മാർ രാവിലെ അവർ ഒരു പണിക്കൊക്കെ പോകും. അവർ സ്വന്തമായിട്ട് അധ്വാനിച്ചു, സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചു എന്നാണ് അപ്പസ്തോലന്മാർ എഴുതിയിരിക്കുന്നത്. സ്വന്തം രാവിലെ എന്തെങ്കിലുമൊക്കെ പണികളെടുത്ത് അധ്വാനിച്ച് കിട്ടുന്ന പൈസ മേടിച്ച് അന്നത്തെ ആഹാരത്തിലുള്ളത് കണ്ടെത്തിയതിന് ശേഷം ഒരു ഉച്ചയാകുമ്പോൾ അവർ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ വേണ്ടി ദൂരദേശങ്ങളിലേക്ക് പോകും. വീട് വീടാന്തരം കയറി കർത്താവിൻ്റെ സുവിശേഷം പറയും. യേശു ആണ് ഏകദൈവം, യേശു വരാറായിട്ടുണ്ട്, യേശു ഇപ്പോൾ 2000 വർഷം കഴിയുമ്പോൾ യേശു വീണ്ടും ഭൂമിയിലേക്ക് വരും, അതിന് കർത്താവിൽ വിശ്വസിക്കണം, വിശുദ്ധിയോടെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കർത്താവിൻ്റെ വചനം, യേശുവാണ് ഏക സത്യദൈവമെന്നും യേശു കുരിശിത്തൂങ്ങി മരിച്ച് ഉയർത്ത് സ്വർഗത്തിലേക്ക് പോയെന്നും വീണ്ടും വരുമെന്നുള്ള സംഗതി അറിയിക്കുന്ന സുവിശേഷ പ്രക്രിയയാണ്. അപ്പം നമുക്ക് എന്താണ്, നമ്മുടെ സഭ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അച്ഛന്മാരോ മെത്രാന്മാരോ ഇന്നത്തെ വചനപ്രഘോഷകരായ ഞാനടക്കമോ ആരെങ്കിലും വീടാന്തരം കയറി അല്ലെങ്കിൽ അക്രൈസ്തവരോട്, വിജാതിയരോട് കർത്താവ് യേശു ക്രിസ്തുവാണ് ഏക ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ വരേണ്ട കാലഘട്ടത്തിൽ നമ്മൾ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷം പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. ആർക്കൊക്കെ കണ്ടുപിടിച്ചു? ഈ സഭയിലെ പലർക്കും ഇതറിയാം. അപ്പസ്തോലിക പ്രവൃത്തിയല്ല സഭയിൽ നടക്കുന്നത്. പള്ളി പണിയണം, സ്കൂൾ പണിയണം, എഞ്ചിനീയറിംഗ് കോളേജ് പണിയണം, കുരിശുപള്ളി പണിയണം, നൊവേന ചെല്ലണം, ഒരു 100 കുർബാന ചെല്ലണം, ഒരു ചെണ്ടമേളം, ഒരു പതാക പൊന്തിക്കൽ പരിപാടി തീർന്നു, ഒരു വർഷത്തെ പ്രോഗ്രാം അതോടെ തീർന്നു. അതല്ല അപ്പസ്തോലിക പ്രവർത്തനം. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ തീർച്ചയായും ക്ഷമാപൂർവ്വം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിട്ടും പ്രതികരിക്കുന്നത് പിടിച്ചു നിൽക്കുകയാണ്. ഇതിനകത്ത് സഭയിൽ നിന്ന് ഇട്ടുപോകുന്നില്ല. പന്തക്കോസ്തയിലേക്ക് വിളിച്ചു,
യഹോസാക്ഷിയിലേക്ക് വിളിച്ചു, എംബ്രമാനിലേക്ക് വിളിച്ചു, ഞാൻ പോകുന്നില്ല. ഞാൻ ഈ സഭയിൽ തന്നെ ഈ അക്രമവും ഈ അനീതിയും ഈ അശുദ്ധിയും ഈ അസ്വസ്ഥതയും അനുഭവിച്ചും കണ്ടും കേട്ടും കൊണ്ട് ഞാൻ തന്നെ ഇതിനകത്ത് തന്നെ പിടിച്ചു നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. പിടിച്ചു നിൽക്കാൻ കഴിവ് എനിക്ക് തന്നിട്ടുണ്ട് എന്ന് പറയാൻ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എന്നെ സഭയിൽ നിന്ന് ഈ ക്ലാസ്സിലെടുക്കാൻ സമ്മതിക്കുന്നില്ല, എന്നെ ഇതിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട് അവർ സ്വീകരിക്കുന്നില്ല, പല ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോഴും അവർ തള്ളിക്കളയുന്നു. അങ്ങനെയൊക്കെ പലവിധ പീഡകളും നമ്മളെ ഒരു സ്ഥാനമാനങ്ങളിലേക്കൊന്നും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ സത്യം തുറന്നു പറയും. അങ്ങനെ നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. അപ്പോൾ എനിക്കെതിരെ പോലും കർത്താവായ ദൈവത്തിന് ഒരു പരാതി പറയാനുണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണത്? നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവടിഞ്ഞു. ഈ ദൈവത്തോടുണ്ടായിരുന്ന ആദ്യത്തെ സ്നേഹം ഇപ്പോൾ എനിക്കില്ല, അല്ലെങ്കിൽ സഭയ്ക്കില്ല, അല്ലെ വൈദ്യർക്കില്ല, അല്ലെ മെത്രാനില്ല, അല്ലെങ്കിൽ ആ സഭാ റീത്തുകൾക്കില്ല എന്നാണ് അർത്ഥം. എനിക്കത് മാത്രമല്ല, എല്ലാവർക്കും ഇല്ല. നീ ഏത് അവസ്ഥയിൽ നിന്ന് ആണ് അധംപതിച്ചെന്ന് ശ്രദ്ധിക്കുക, ചിന്തിക്കുക. അപ്പോൾ നാം അധംപതിച്ചത്, ഇന്നത്തെ സഭ അധംപതിച്ചത് എവിടെ നിന്നാണ്? പണത്തിൽ നിന്നാണോ? സ്ഥാനമാനത്തിൽ നിന്നാണോ? വിശ്വാസം വിശുദ്ധി നഷ്ടപ്പെട്ടതിൽ നിന്നുകൊണ്ടാണോ? ആധുനിക കമ്പ്യൂട്ടർ യുഗത്തെ സ്വീകരിച്ചതുകൊണ്ടാണോ? മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പ്രോഗ്രാമുകൾ കണ്ടതുകൊണ്ടാണോ? അശുദ്ധിയിലുള്ള ദുരാത്മാക്കൾ നമ്മൾ കയറിയതുകൊണ്ടാണോ? സാമ്പത്തിക സ്ഥാനമാനങ്ങളുടെ ഉന്നത സ്ഥാനത്തിൽ എത്തിയതുകൊണ്ടാണോ? തിയോളജി പോലത്തെ സൈക്കോളജി പോലത്തെ കാര്യങ്ങൾ പഠിച്ച് ഈ പ്രപഞ്ചത്തിലെ കുറേ അറിവുകൾ നേടിയതുകൊണ്ടാണോ? എവിടെ നിന്നാണ് നീ അധംപതിച്ചത് എന്ന് ചിന്തിക്കുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അനുദപിച്ച് ആദ്യത്തെ പ്രവൃത്തി. അനുദപിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് വീണു പോയത് എന്ന് അത് കണ്ടുപിടിച്ച് അതിനെ ഓർത്ത് തുടർച്ചയായി അനുദപിക്കുക. അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ പുറകെ പോവുക, തുടർച്ചയായിട്ട് മുന്നേ പുറകെ പോയിക്കൊണ്ടിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അനുദപിക്കുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് അനുദപിക്കുക എന്നർത്ഥം. തുടർച്ചയായിട്ടുള്ളൊരു അനുതാപത്തിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് അതിലൂടെ പോകാൻ കർത്താവ് പറയുകയാണ്. അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? എന്നാൽ നിനക്കൊരു ഗുണമുണ്ട്, നിക്കോളാസ് പക്ഷക്കാരുടെ ചെയ്തികൾ നീ വെറുക്കുന്നു, അവ ഞാനും വെറുക്കുന്നു. ആത്മാവ് സഭകളുടെ അരളി ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിജയം വരിക്കുന്നവന് ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇത് മൊത്തമായിട്ട് ഇത് വായിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാകുന്നത് സഭയുടെ കള്ളത്തരം എന്നാണ്. അത് സഭ ശുശ്രൂഷ ചെയ്യേണ്ട യഥാർത്ഥ സഭയുടെ ഒരു പുതുമുഖത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സഭയ്ക്കുള്ളിൽ ധാരാളം നല്ല വൈദ്യരുണ്ടാവാം, നല്ല പത്രന്മാരുണ്ടാവാം, നല്ല വചനപോഷകരുണ്ടാവാം, നല്ല വിശ്വാസികളുണ്ടാവാം, നല്ല ശുശ്രൂഷകരുണ്ടാവാം, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ സഭയെ മൊത്തമായിട്ട് കൊണ്ടെടുക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭകൾക്കുള്ള കത്ത് എന്ന എഫെസൂസിലെ സഭയ്ക്ക് എന്ന് പറഞ്ഞാൽ RC സഭയെ മാത്രമായിട്ട് എടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ സഭാവിഭാഗങ്ങളും എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. എന്ന് പറയുമ്പോൾ സഭയുടെ മൊത്തമായ പൊള്ളത്തരം അഥവാ കള്ളത്തരം എന്നാണ് അതിൻ്റെ മൊത്തമായിട്ടുള്ള നിഗമന ഉത്തരം. എന്നാൽ കർത്താവ് പറയാണ്, ആത്മാവ് സഭയുടെ അരിച്ചെന്നു ചെവികളും കേൾക്കട്ടെ. വിജയം വരിക്കുന്നതിന് ദൈവത്തിൻ്റെ പർദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? വിജയം വരിക്കുന്നവന് ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് കർത്താവിനെ സ്നേഹിച്ച് ആദ്യത്തെ അവസ്ഥയിൽ കർത്താവിനുണ്ടായിരുന്ന ആ സ്നേഹത്തെ പുനഃസ്ഥാപിച്ച് അധംപതിച്ച സ്ഥലം കണ്ടെത്തി അവിടുന്ന് വിശ്വാസവും വിശുദ്ധിയും സ്വീകരിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോയാൽ നിനക്ക് എന്താ സംഭവിക്കുന്നത്? ജീവവൃക്ഷത്തിൽ നിന്നുള്ള പറുദീസയിലുള്ള, അത് ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്: വീണ്ടും ഒരു വ്യക്തിയെ കർത്താവ് പറുദീസയിൽ ആദവും ഹവ്വയുമായി സൃഷ്ടിച്ചെടുത്ത് അവിടെ ഹവ്വായെ ഭാര്യയായി നൽകിക്കൊണ്ട് ആദത്തെ ഒരു കുടുംബത്തെ രൂപീകരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്തൊരു പറുദീസയുടെ കുടുംബജീവിതം കൊടുത്തതുപോലെ നിന്നെയും ഞാൻ പറുദീസയിൽ, ആദിമ പറുദീസയിലാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് എൻ്റെ ശരണം. ജീവൻ്റെ വൃക്ഷം, ജീവൻ്റെ വൃക്ഷം എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ത്രിത്വമാണ്. ഈ ത്രിത്വം സൃഷ്ടിച്ചതാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പുരുഷനെ സൃഷ്ടിച്ച് ആ പുരുഷൻ്റെ അടുത്തേക്ക്, ആദത്തിൻ്റെ അടുത്തേക്ക് ഹവ്വയെ കൂടെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു കുടുംബം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പറുദീസ അനുഭവം ദൈവം അവന് നൽകുമെന്നാണ് ഈ എഫെസൂസിലെ 2-ാം അധ്യായത്തിലെ എഫെസൂസ് സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്ന സത്യം, കർത്താവ് കൊടുക്കുന്ന നന്മ. അപ്പോൾ ഈ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന വചനത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി സ്പിർണായിലെ സഭയ്ക്ക് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 8-ാം തിരുവചനം, അവിടെ കർത്താവ് പറയണം,
അതിന് മൊത്തമായിട്ട് ഇങ്ങനെ വായിക്കുമ്പോൾ സ്മിർനായിലെ സഭയുടെ ദൂതൻ എഴുതുക, ആദ്യം അന്ത്യമായവൻ മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നതിനുമായവൻ പറയുന്നു, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിൽ നീ സമ്പന്നനാണ്. യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെ അല്ലാതെ സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഈ സഭയുടെ കർത്താവ് പറയുകയാണ്, ആദ്യം അന്ത്യമായവൻ അരുളി ചെയ്യുന്നു, മരിച്ചവനും എന്നാൽ വീണ്ടും ജീവിക്കുന്നതിനുമായവൻ. അതാണ് യേശുക്രിസ്തു പറയുന്നു, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം. നീ വളരെ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നതാണ്. ഞെരുക്കം, സാമ്പത്തിക മേഖലയിൽ ആത്മീയ കൃപയുണ്ട്, പക്ഷേ അത് പ്രയോഗിക്കാൻ സ്ഥലമില്ലാതെ, മറ്റുള്ളവർ അംഗീകരിക്കാതെ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ സമ്മതിക്കാതെയുള്ള ഞെരുക്കത്തിൽ, ദാരിദ്ര്യത്തിൽ, സാമ്പത്തിക ദാരിദ്ര്യത്തിൽ, ആത്മീയ ദാരിദ്ര്യത്തിൽ, ഭക്ഷ്യദാരിദ്ര്യത്തിൽ, ഭവനം, വണ്ടി, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയുടെ ദാരിദ്ര്യത്തിൽ, അങ്ങനെ ആത്മീയ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ദാരിദ്ര്യത്തിൽ, അങ്ങനെ നിരവധി ദാരിദ്ര്യത്തിലൂടെ ഞെരുക്കത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ എങ്കിലും നീ സമ്പന്നനാണ്. അവിടെ ഒരു സമ്പത്ത് നിനക്കുണ്ട്. കാരണം എന്താണ്? യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെ അല്ലാതെ സാത്താൻ്റെ സിനഗോഗായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണത്? യഹൂദരെന്ന് അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി അഥവാ RC വിഭാഗം എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ എന്നാൽ ശരിക്കും എന്താണ്? അങ്ങനെ അല്ലാതെ സാത്താൻ്റെ സിനഗോഗ് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ ദോഷാരോപണങ്ങൾ ഞങ്ങൾ കേൾക്കുന്നു. സാത്താൻ്റെ സിനഗോഗും ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എപ്പോഴും ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ സാത്താൻ്റെ സിനഗോഗ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെ ധാരാളം സാത്താൻ്റെ സിനഗോഗുകളെ കുറിച്ച് പഠിക്കുകയും കാണുകയും കേൾക്കുകയും ആസ്വദിക്കുകയും കണ്ണിൻ്റെ എല്ലാ ആസ്വാദനവും നടത്തിക്കൊണ്ട് നമ്മൾ ആ സിനഗോഗിൽ കടന്നു പോയി ചെയ്യുന്നു. കർത്താവ് പറയുകയാണ്, ഇങ്ങനെയുള്ളവർക്ക് 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം നിനക്ക് നൽകും. ഇങ്ങനെ പോകുന്നവർക്ക് 10 ദിവസം, ഈ 10 ദിവസത്തെ ഞെരുക്കം എന്ന് പറയുന്നത് ഇപ്പോഴല്ല പ്രിയപ്പെട്ടവരെ, അത് യുഗാന്ത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ 10 ദിവസത്തെ മുമ്പുള്ള 10 ദിവസമുണ്ട്. അത് ഞാൻ യുഗാന്ത്യം 2-ാം വരവ് എന്ന ആ ക്ലാസ്സിനകത്ത്, യേശു 2-ാം വരവ് എന്നുള്ളതിനകത്ത് ലോകാവസാന കടക്കിലൂടെ എന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള അവസാനത്തെ 10 ദിവസം, സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച കഴിഞ്ഞിട്ടൊരു 10 ദിവസമുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ആ 10 ദിവസത്തിൻ്റെ പ്രത്യേകത എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, 10 ദിവസമെങ്കിലും ഞെരുക്കമുണ്ടാകും, മരണം വരെ വിശ്വസ്തനായിരിക്കുക. 10 ദിവസം ശക്തമായ ഞെരുക്കമുണ്ടാകും. ചിലപ്പം ജീവൻ പോയേക്കുമോ എന്ന് വരെ നമ്മൾ ഭയപ്പെടും. ചിലപ്പം വലിയ പീഡ സഹിക്കേണ്ടി വരും. എന്നാൽ പോലും നിങ്ങൾ സഹനശക്തിയോടെ പിടിച്ചു നിൽക്കുക. ജീവൻ്റെ കിരീടം ഞാൻ നിൽക്കുന്നു. ജീവൻ്റെ കിരീടം നിനക്ക് നൽകും എന്ന് പറഞ്ഞാൽ നീ മരിക്കുവാനുള്ള മരണത്തിൻ്റെ കിരീടമായ പാതാളത്തിൻ്റെ മുദ്രയല്ല, ജീവൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു പാസ്പോർട്ട് പോലെ, ഒരു സന്ദേശം പോലെ, ഒരു മുദ്ര പോലെ നിനക്ക് ജീവൻ്റെ കിരീടം, നിത്യജീവൻ്റെ കിരീടമായ സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധിയുടെ ശക്തി നിൻ്റെ ശരീരത്തിലുണ്ടായിരിക്കും. വിജയം വരിക്കുന്നവൻ തീർച്ചയായും 2-ാമത്തെ മരണത്തിന് അധീനമാവുകയില്ല. ഇവിടെ ഈ സ്മിർനായിലെ സഭയുടെ കർത്താവ് പറയുന്നത് മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഒരു സഹനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ സഹനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സഹനത്തിൽ ഉറച്ചു നിന്നാൽ നീ വിജയം വരിക്കുമെന്നും നിനക്ക് 2-ാമത്തെ മരണത്തിലേക്ക് പ്രവേശിക്കാൻ നിന്നെ ഇടവരുത്തിയില്ല എന്ന് പറഞ്ഞാൽ അന്തിമ വിധിയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കും എന്നാണ് അതിനർത്ഥം. അന്തിമ വിധി ഈ 8-ാമത്തെ തിരുവചനം മുതൽ 11-ാമത്തെ തിരുവചനം വരെയുള്ള RC സഭാ വിഭാഗത്തിലെ, അല്ലെങ്കിൽ ഇന്ന് ഈ ലോകത്തുള്ള കത്തോലിക്ക സഭയിലെ 24 റീത്തുകളായിട്ട് കിടക്കുന്ന എല്ലാ വ്യക്തികളും ഈ രീതിയിൽ ക്രമീകരിക്കപ്പെട്ടാൽ അവന് 2-ാമത്തെ മരണ അന്തിമ വിധി ഉണ്ടായിരിക്കുകയില്ല എന്നർത്ഥം. ഇനി പെർഗാമോസിലെ സഭയ്ക്ക് 2-ാം അധ്യായം 12-ാം തിരുവചനം, അവിടെ എന്താണ് പറയുന്നത്? പെർഗാമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചേറിയ ഇരുതല വാളുള്ളവൻ പറയുന്നു, നീ എവിടെ വസിക്കുന്നു എനിക്കറിയാം, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടത്ത് തന്നെ. എങ്കിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു. സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എൻ്റെ വിശ്വസ്ത രക്തസാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളിൽ പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവിടിഞ്ഞില്ല. എങ്കിലും നിനക്കതിനായി എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷിക്കുവാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. അതുപോലെ തന്നെ നിക്കോളാസ് പക്ഷക്കാരുടെ പഠനങ്ങളെ മുറുകെ പിടിക്കുന്നവരും അവിടെയുണ്ട്. അതുകൊണ്ട് അനുദപിക്കുക, അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ ഉടനെ വന്ന് എൻ്റെ വായിലെ വാൾ കൊണ്ട് അവരോട് പോരാടും. ആത്മാസഭ പറയുന്ന എന്ത് ചെയ്യുകളുടെ വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മരണം നൽകും. പ്രിയപ്പെട്ട, ഇവിടെ 2 മുഖമുള്ള സ്വഭാവം. പെർഗാമോസിലെ സഭയുടെ ആ മൊത്തമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഇരട്ട സ്വഭാവം, ഒരു ഇരട്ട മുഖം. അതിനർത്ഥം കാപട്യമെന്നാണ്.
നമ്മൾ അതിൻ്റെ ഫ്രണ്ട് മുഖം കണ്ടാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല കുർബാന ചെല്ലുന്നുണ്ട്, നല്ല ധ്യാനം കൂടുന്നുണ്ട്, നല്ല അച്ഛന്മാരാണ്, നല്ല ക്രിസ്ത്യാനി ചേട്ടനാണ്, നല്ല ക്രിസ്ത്യാനി കുടുംബമാണ്, നല്ല ദമ്പതികളാണ്, നല്ല മെത്രാനാണ്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ നല്ലതാണ്. പക്ഷേ അവിടെ എന്താണ്? സാത്താൻ്റെ സിനഗോഗുകൾ, വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ, വിഗ്രഹത്തിനർപ്പിച്ച ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കൂദാശകൾ ഒഴിച്ചുള്ള എല്ലാ സഭയിലെ പ്രവൃത്തികളും കർത്താവിന് ഇഷ്ടപ്പെടാത്തതാണെന്നർത്ഥം. അതാണ് ഇതിൻ്റെ പച്ചയായ തുറന്ന ഒരു ശരിയായ റിപ്പോർട്ട്. അതായത് കൗദാശികം 7 കൂദാശികൾ, ആ കൂദാശികളിലെ കുർബാന, കുംഭസാരം, ജ്ഞാനസ്നാനം, തിരുപ്പട്ടം, വിവാഹം, സ്ഥൈര്യലേപനം, ആദ്യ കുർബാന, ഇതൊക്കെ കൗദാശിക തലത്തിനാണ്. ആ കൗദാശിക തലങ്ങൾ ഒഴിച്ചുള്ള മറ്റെന്തെല്ലാം പ്രവൃത്തിയുണ്ടോ അതെല്ലാം വിഗ്രഹാർപ്പിത ഭക്ഷണമാണെന്നും വിഗ്രഹാർപ്പിത പ്രവൃത്തിയാണെന്നും അത് നിൻ്റെ ഇരട്ട മുഖമാണെന്നും അത് നിൻ്റെ കാവട്യമാണ്, കൗടില്യമാണെന്നും ആര് പറയാണ്? ഈ വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 12 മുതൽ തിരുവചനത്തിലെ പെർഗാമോസിലെ സഭയ്ക്കെന്ന് പറയുന്നതിനകത്ത് കർത്താവ് പറയണം. അതായത് കാപട്യത്തിൻ്റെ മുഖം, വിജയം വരിക്കുന്നവൻ ഞാൻ നിഗൂഢമന്ന നൽകും. എന്നാൽ ഈ കാപട്യ മുഖത്തെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ വിശ്വസ്തയുടെ മുഖം, വിശുദ്ധിയുടെ മുഖം, വിവേകത്തിൻ്റെ മുഖം, ക്രിസ്തുവിൻ്റെ മുഖം, സഹനത്തിൻ്റെ മുഖം സ്വീകരിച്ച് പരിശുദ്ധിയോടെ നമ്മൾ ആയി നിന്നാൽ, ചിലതിൽ നിന്ന് മാറി നിന്നാൽ, ചിലതിൽ പങ്കെടുക്കാതെ നോക്കി നമ്മുടെ വിശുദ്ധിയുടെ അളവിനെ വർദ്ധിപ്പിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നിന്നാൽ, ആവശ്യമില്ലാത്തത് തലവെക്കാതെ കൗദാശികളിൽ മാത്രമായിട്ട് നമ്മൾ നിന്നു കഴിഞ്ഞാൽ കർത്താവ് വിജയം ഭരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. അവന് ഞാനൊരു വെള്ളക്കല്ലും കൊടുക്കും. എന്താണ് ആ വെള്ളക്കല്ല്? പ്രിയപ്പെട്ട, ഈ ഭൂമിയിൽ പോലും വെള്ളക്കല്ല് നമുക്കുണ്ട് എന്ന് വെണ്മയേറിയ ശില എന്ന് പറയുന്നത് നമുക്കറിയാം ക്രിസ്തുവാണ്. ക്രിസ്തുവിന്, അതായത് നമുക്കറിയാം ക്രിസ്തു എന്ന പാറയിൽ തട്ടിയാണ് ക്രിസ്തു എന്ന അടിസ്ഥാന ശില, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ പ്രധാന മൂലക്കല്ലായി എന്ന് കർത്താവ് പറയുമ്പോൾ ഭൂമിയിൽ ആ ശില എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തിൻ്റെ ദൃഢതയാണ്. ആ വെള്ളക്കല്ല് സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ വെണ്മ നിറഞ്ഞ കല്ലായിട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത ജ്വലിക്കുന്ന വെൺമേഘത്തിട്ട് പോലെ, വെളുത്ത വെള്ളിക്കെട്ട് പോലെ അത്ര മനോഹരമായ ദൃഢമായി നിൽക്കുന്ന യേശു ക്രിസ്തു എന്ന ആ തകരാത്ത പാറ, ആ യേശു ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം, അത് നിനക്ക് ഞാൻ തരും എന്ന് കർത്താവ് പറയാണ്. അവന് ഞാനൊരു വെള്ളക്കല്ലും കൊടുക്കും, അവനൊരു പുതിയ നാമകുത്തി, അതിലൊരു പുതിയ നാമകുത്തിയിട്ടുണ്ടാവും, അതെന്ന് സ്വീകരിക്കുന്നതിന് മാത്രമേ അറിയൂ, മറ്റാർക്കും തരാൻ കഴിയില്ല. അത് അത്ര നിഗൂഢമായി കർത്താവ് ആ വ്യക്തി, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായിട്ട് ചെല്ലുക കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുള്ളതാണ്. അവനെന്നാണ് അവർക്ക് നിലവന്നിരിക്കുന്നത്. അതിലൊരു പുതിയ നാമം ഞാൻ കൊത്തിയിരിക്കും, അതെന്തെന്ന് സ്വീകരിക്കുന്നവൻ ഒഴികെ മറ്റാരും അറിയുന്നില്ല. അവന് ഞാനൊരു പുതിയ വെള്ളക്കല്ലും, അവനെന്ന് പറഞ്ഞാൽ അവർക്കെന്നല്ല പറഞ്ഞത്. അപ്പോൾ അവിടെ അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടെ വ്യക്തിപരമായി പെർഗാമോസിലെ സഭയോട് പറയുകയാണ്, നീ ഈ സഭയിൽ നീ കൂട്ടായ്മയിലാണ്, നിനക്ക് 500 വീട്ടുകാരുടെ ഇടവകയിലാണ് ദിവസിക്കുന്നത്, 500 കുടുംബങ്ങളുള്ള ഒരിടവകയിലാണ് ദിവസം. പക്ഷേ നീ അതിൽ നിന്ന് വ്യത്യസ്തനായി ജീവിച്ചാൽ, വിശുദ്ധിയുടെ അളവ് കൊണ്ട് ജീവിച്ചാൽ, ക്രിസ്തുവിൽ ആഴപ്പെട്ട് ജീവിച്ചാൽ, ക്രിസ്തുവിനെ നീ വെണ്മയേറിയ ശിലയായിട്ട് കണ്ടെത്തിയ ശിലയിൽ അടിസ്ഥാനപ്പെട്ട് പിടിച്ചു നിന്നാൽ നിനക്ക് വ്യക്തിപരമായിട്ട്, അത് മെത്രാനായിക്കോട്ടെ, വൈദികനായിട്ട്, അൽമായനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, വ്യക്തിപരമായിട്ട് നിന്നെ ഞാൻ കർത്താവിൻ്റെ നിത്യജീവനിൽ നിത്യപ്രതീക്ഷയില്ല, കർത്താവിനോടൊപ്പം നിന്നെ ഞാൻ പ്രശസ്തിയുടെയും ശില പോലെ, വെൺശില പോലെ ആക്കി മാറ്റും. എന്നാൽ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള വാസത്തിന് കർത്താവ് ഒരുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നശിക്കാതെ ഒരു നിത്യജീവൻ യേശുവിൻ്റെ കൂടെയുള്ളത് കൊടുക്കും എന്ന് കർത്താവാണ്. അതുകൊണ്ടാണ് പെർഗാമോസിലെ സഭയ്ക്ക് പറയുന്നത്. അപ്പോൾ പെർഗാമോസിലെ സഭയുടെ മൊത്തത്തെ കണക്കൂട്ടുമ്പോൾ ഇരട്ടത്താപ്പുകളും കാപട്യമുഖങ്ങളും ഒക്കെ ഉണ്ടാകും. ഇന്ന് സഭയുടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സഭയെക്കുറിച്ച് കർത്താവ് പറയണം. ഇനി തിയത്തീറയിലെ സഭയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനത്തിലേക്ക് വരികയാണ്. അവിടെ നമുക്കറിയാം തിയത്തീറയിലെ സഭയ്ക്ക് അവിടെ കർത്താവ് കുറേ കാര്യങ്ങൾ തിയത്തീറയിലെ സഭയുടെ ദൂതനെഴുതുക, അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളും ദൈവദൂതനെ അരുളിച്ചു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് വീണ്ടും പറയുന്നത്. അവിടെ ഓരോ രീതിയിൽ യേശു ക്രിസ്തുവിനെ വർണ്ണിക്കുന്നുണ്ട്. ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു, നിൻ്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിൻ്റെ അവസാനത്തെ പ്രവൃത്തിയിൽ ആദ്യത്തെ എന്നെക്കാൾ മെച്ചപ്പെട്ടതുമാണ്. എങ്കിലും എനിക്ക് നിനക്കെതിരായി ഒന്ന് പറയാനുണ്ട്. പ്രവാചക എന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അവിടെയാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കത്തോലിക്ക സഭയിൽ ജസബൽ എന്ന സ്ത്രീ, അതായത് വ്യഭിചാരത്തെ, ജസബൽ എന്ന സ്ത്രീയുമായിട്ടാണ് നമ്മൾ വ്യഭിചാരം ചെയ്യുന്നത്. പുരുഷൻ വ്യഭിചാരം ചെയ്യുന്നത് സ്ത്രീയുമായിട്ടാണ്, സ്ത്രീകൾ പുരുഷനുമായിട്ട് വ്യഭിചാരം ചെയ്യുന്നത്.
അപ്പോൾ സ്ത്രീ സാമീപ്യത്തെ, സ്ത്രീ സൗന്ദര്യത്തെ അതിന് സിനിമകൾ കാണുക, സീരിയൽ കാണുക, ഇന്നത്തെ ഭാഷയിലാണ് പറയുന്നത്. സിനിമ കാണുക, സീരിയൽ കാണുക, ബ്ലൂ ഫിലിം കാണുക, ബ്ലാക്ക് മാസ് കാണുക, പരസ്യം കാണുക, സ്ത്രീ ചാറ്റിംഗ് നടത്തുക, സ്ത്രീയുടെ സംസാരിക്കുക കാണുക, സ്ത്രീയുടെ വസ്ത്ര സംവിധാനം കാണുക, സ്ത്രീയെ കാണുക, എല്ലാം അവരുടെ വശ്യതയുള്ള ശരീരത്തിൻ്റെ സൗന്ദര്യം കാണുക, സംഭാഷണത്തിൻ്റെ സൗന്ദര്യം കേൾക്കുക. ഇതിൽ ജസബൽ എന്ന സ്ത്രീയുമായിട്ടുള്ള ബന്ധം സഭയിൽ കാണുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിന് എന്താണ് പ്രശ്നം? അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കിയില്ല. ഇതാ ഞാൻ അവളെ രോഗശലി തള്ളിവിടുന്നു. അവളുമുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് എറിയും. ഇതാ ഞാൻ രോഗശലി തള്ളിവിടുന്നു. എന്താണ് ഈ രോഗം? ഇന്നത്തെ രോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ രോഗിയായിട്ട് ആശുപത്രി കയറി കിടക്കുന്നു എന്നല്ല അതിനർത്ഥം, പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈ രോഗം? വിശുദ്ധിയില്ലാത്ത വ്യക്തികൾ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, കൗതാശികതയോട് താല്പര്യമില്ലാത്തവർ, ദേവാലയത്തിൽ വരാൻ മടിച്ചു നിൽക്കുന്നവർ, ദേവാലയത്തിൽ വന്നാൽ വേഷം കെട്ടുന്നവർ, തോന്നുന്ന വസ്ത്രമിട്ട് ജീവിക്കുന്നവർ, വിവാഹം കഴിഞ്ഞിട്ട് 2 മാസമായുള്ളൂ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തവർ, വിവാഹം ചെയ്തിട്ട് 8 മാസമായുള്ളൂ ഭർത്താവിനെ തള്ളിക്കളഞ്ഞ സ്ത്രീകൾ, മറ്റൊരു പുരുഷൻ്റെ കൂടെ പോയ സ്ത്രീകൾ, ഇതെല്ലാം ഇന്ന് സഭയിൽ കാണുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജസബൽ എന്ന സ്ത്രീയുടെ വ്യഭിചാരവുമായിട്ട് സഭയിലുള്ളവർ, അത് മെത്രാനോ വൈദികനോ കന്യാസ്ത്രീയോ സുവിശേഷകനോ ആത്മാരോ ആരുമായിക്കൊള്ളട്ടെ, വ്യഭിചാരത്തിൻ്റെ എന്തെങ്കിലും പരിപാടികൾ, സ്ത്രീയുടെ സൗന്ദര്യം, അത് സ്ത്രീകൾ പുരുഷൻ്റെ സൗന്ദര്യം, ഇതെല്ലാമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങളിൽ ആരെങ്കിലും ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ രോഗശൈലിക്ക് തള്ളിവിടുന്ന വിശ്വാസം നഷ്ടപ്പെട്ട രോഗം, വിശുദ്ധി നഷ്ടപ്പെട്ട രോഗം, കുടുംബബന്ധം തകർന്ന രോഗം, വൈദിക വൃത്തി ഉപേക്ഷിച്ച് പോകുന്ന രോഗം, വൈദികരുടെ തമ്മിത്തല്ലുകൾ, എറണാകുളം ബംഗാളി രൂപ നമ്മൾ കാണുന്ന നല്ല രോഗാവസ്ഥയാണ്, അശുദ്ധിയാണ്, തിന്മയാണ്. അത് കർത്താവ് പറയാണ് വലിയ ഞെരുക്കത്തിലേയും തള്ളിവിടെ. ഇപ്പോൾ എന്താണ്? സഭയിൽ ഞെരുക്കമാണ് അനുഭവപ്പെടുന്നത്. കർത്താവ് പറയാണ് വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും, എടുത്തെറിയുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളാകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. അവരുടെ മക്കളെ എന്നാൽ സഭയുടെ മക്കളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. അത് ഞാൻ പറയണത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് കർത്താവ് അവളുടെ മക്കളെ ആകട്ടെ ഞാൻ മരണത്തിന് ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സും പരിശോധിക്കുന്നവനാണ് ഞാൻ. ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പരിശോധിക്കാൻ കഴിവുള്ള ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ്. ഞാൻ എന്ന് സഭകൾ ഹൃദയങ്ങളും മനസ്സും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രവൃത്തികൾക്കനുസരിച്ചാണ്, അല്ലാതെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കുർബാനയുടെ എണ്ണമോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ചില നൊവേനകളുടെയോ നമ്മുടെ കാഴ്ചപ്പാടുകളുടെയോ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതല്ല, പ്രവൃത്തിയുടെ അനുഭവത്തിലാണ്. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഏത് പ്രവൃത്തിയാണ്? യേശുവിൻ്റെ സുവിശേഷമായിട്ടും വിശുദ്ധിയുടെ പാതിലുള്ള ജീവിതവും സത്പ്രവർത്തികളും മറ്റുള്ള വേദനിക്കുന്നവരടുത്തേക്ക് ഓടിയെത്തുന്ന അവസ്ഥയും, അങ്ങനെ നന്മ പ്രവൃത്തികളുമായിട്ട് ശുശ്രൂഷ പ്രവൃത്തികളുമായിട്ട്, സുവിശേഷനായിക്കോട്ടെ ശുശ്രൂഷകളായിക്കോട്ടെ, രോഗികളെ ആശുപത്രി കൊണ്ടുവന്നാട്ടെ, സുവിശേഷം കേൾക്കാൻ ഒരാൾ കൊണ്ടുവന്നാട്ടെ, ഇതെല്ലാം സത്പ്രവൃത്തികൾ. അത്തരം പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകുന്നത്. സാത്താൻ്റെ രഹസ്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തിയത്തീറായിൽ ബാക്കിയുള്ള സഭയോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മേൽ വേറെ പറയാൻ ചുമത്തുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെ ഞാൻ വരുവോളം മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഒരു സഭയിൽ നമുക്ക് കിട്ടിയ വിശ്വാസത്വം വിശുദ്ധിയും കൂദാശികളെയും മുറുകെ പിടിക്കുവിൻ. ആ വിശുദ്ധിയുടെ തലങ്ങളെ മുറുകെ പിടിക്കുവിൻ. അതിനകത്ത് ഒരുപാട് അപക്വതകൾ, ഒരുപാട് വേഷം കെട്ടുകൾ, ഒരുപാട് അസ്വസ്ഥകൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സഭയിൽ. പക്ഷേ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് ലഭിച്ച വിശുദ്ധിയെ, ജ്ഞാനത്തെ, വിവേകത്തെ, സുവിശേഷത്തെ, ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവിൻ എന്ന് കർത്താവ്. അവസാനം വരെ എൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം നൽകും. ഇരുമ്പ് ദണ്ട് കൊണ്ട് ഞാൻ അവരെ മേയിക്കും. അപ്പോൾ ഇനി ഒരു ഇരുമ്പ് ദണ്ടിൻ്റെ പ്രശ്നം സഭയിൽ വരുന്നുണ്ട്. നമുക്കെതിരെ വരുന്ന ഇരുമ്പ് ദണ്ട്, അതായത് യുദ്ധങ്ങളും കാര്യങ്ങളും. എന്നാൽ കർത്താവ് പറയണേ, ദൈവം അവരെ ഇരുമ്പ് ദണ്ട് കൊണ്ട് മേയിക്കും. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അധികാരം സ്വീകരിച്ചതുപോലെ തന്നെ പുലർക്കാല നക്ഷത്രം ഞാൻ അവന് നൽകും. യേശു ക്രിസ്തു പിതാവിൽ നിന്ന് ലോകത്തെ ഭരിക്കുന്നതിനും സഭയെ നയിക്കുന്നതിനും അധികാരം ലഭിച്ചതുപോലെ നിന്നെ ഞാൻ എന്താക്കി മാറ്റും? സഭയെ, ലോകത്തെ, ഈ കാണുന്ന സഭയിലെ ആവശ്യങ്ങളെ വിധിക്കുവാനും ഭരിക്കുവാനും നയിക്കുവാനും നിന്നെ ഞാൻ ഉയർത്തും. നിന്നെ ഞാൻ അതിന് ഒരുക്കുമെന്ന് കർത്താവ് പറയാണ്. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേട്ടെ. അപ്പോൾ ഇതിനകത്ത് തിയേറ്ററിലെ സഭയ്ക്ക് വെളിപാട് 2:18 തിരുവചനത്തിൽ
കർത്താവാണ് ജസബൽ എന്ന സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. അതായത് ഇന്നത്തെ മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ടെലിവിഷനുകളും പത്രമാസികകൾ കൂടെയും എല്ലാം നമ്മൾ വ്യഭിചാരവും അതോടനുബന്ധിച്ച് വരുന്ന എന്തെല്ലാം കണ്ണുകൊണ്ട് കാണുന്നു കേൾക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മനസ്സിലാക്കണം. ഇന്ന് അങ്ങനെ വിലയിരുത്തണം. അപ്പോൾ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ എന്താ സംഭവിക്കുക, എവിടെയാണ് നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ സഭയെക്കുറിച്ചും ഇന്ന് കർത്താവ് പറയുന്നതിൻ്റെ രത്നച്ചുരുക്കവും അതിൽ സംഭവിക്കുന്ന നമ്മുടെ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയുണ്ടായി. ഇനി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഈ സന്ദേശം അടുത്ത് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുന്നത്. മൂന്നാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിനെ കുറിച്ച് കർത്താവ് പറയാൻ വേണ്ടിയിട്ടാണ്. അതുവരെ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണവും സന്തോഷവും ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് യേശുവിൻ്റെ പ്രാർത്ഥനയിലായിരിക്കാൻ പ്രിയപ്പെട്ടവരെ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.